നമസ്കാരം, സച്ചഭാരതിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ തുടരുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം ലോകരാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. സൗഹൃദത്തിലായിരുന്ന രാഷ്ട്രങ്ങൾ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഒന്നുകിൽ മൗനം അവലംബിക്കുകയോ ഇല്ലെങ്കിൽ മറുചേരിയിലേക്ക് നീങ്ങുകയോ ചെയ്യുമ്പോൾ യുദ്ധം നടക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിൽ ആണെന്ന വാർ പൊസിഷൻ മാറ്റി എഴുതപ്പെടുകയാണ്. ഭാരതവുമായി സഹവർത്തിത്വത്തിൽ ആയിരുന്നിട്ട് പോലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് ഇറാൻ ഒരു കാരണവും കൂടാതെ പാകിസ്ഥാന്റെ പക്ഷം പിടിച്ചിരുന്നു. ഒരുപക്ഷെ മതം മാത്രമായിരിക്കാം ഇറാനെ അതിന് പ്രേരിപ്പിച്ചത്. ഇന്ന് ആ പാകിസ്ഥാൻ ഇറാനെ കൈവിട്ട് അമേരിക്ക നയിക്കുന്ന പക്ഷത്തേക്ക് മാറിയിരിക്കുകയാണ്. അമേരിക്കൻ നിരയിൽ ഇസ്രായേൽ കൂടിയുണ്ടെന്ന പച്ചപ്പരമാർത്ഥം മനസ്സിലാക്കാതെയല്ല പാകിസ്ഥാന്റെ ഈ കൂറുമാറ്റം താൽക്കാലികമാണെങ്കിൽ പോലും നടന്നിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ ഒഴിവാക്കി അവരുടെ ആർമി ചീഫ് അസിം മുനീറിനെ അമേരിക്ക ചർച്ചയ്ക്ക് വിളിച്ചത് രാഷ്ട്രീയപരമായി ഇത്തരമൊരു തീരുമാനം പാകിസ്ഥാൻ എടുത്താൽ അഖില ലോക ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകൾ പാകിസ്ഥാനെതിരെ മുറവിളി കൂട്ടുമെന്ന് കരുതുന്നത് കൊണ്ടാവാം. പലരും പരാജയമാണെന്ന് വിലയിരുത്തുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ കാഞ്ഞ കുബുദ്ധിയാണ് ഇവിടെ തെളിയിക്കപ്പെട്ടത്. അമേരിക്ക പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം സൈന്യത്തിനെ ആധുനികവൽക്കരിക്കുവാൻ ഉള്ളതാണെങ്കിൽ പകരമായി അമേരിക്ക ആവശ്യപ്പെടുന്നത് പാകിസ്ഥാനിൽ ഒരു സൈനിക ബേസ് ആണ്. പ്രബല ഏഷ്യൻ ശക്തികളായ റഷ്യയോടും ചൈനയോടും ഏറ്റുമുട്ടുന്നതിനും നാലാം സാമ്പത്തിക ശക്തിയായി വളർന്ന ഇന്ത്യയോട് കിടമത്സരം നടത്തുന്നതിനും അമേരിക്കയ്ക്ക് ഒരു ബേസ് ഏഷ്യയിൽ ആവശ്യമാണ്. അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസക്തി ഇവിടെ കുറയുമെന്ന് ട്രംപ് കരുതുന്നുണ്ടാവാം. തൊട്ടടുത്ത രാജ്യമായ കാനഡയിൽ ഉണ്ടായിരുന്നിട്ട് പോലും അമേരിക്ക സന്ദർശിക്കുവാനുള്ള ട്രംപിന്റെ ക്ഷണം നരേന്ദ്രമോദി നിരസിച്ചതും കൂടാതെ പാകിസ്ഥാൻ ഇന്ത്യ വെടിനിർത്തലിന് മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് മോദി വീണ്ടും തറപ്പിച്ചു പറഞ്ഞതും ട്രംപിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാനെ കൂടെ കൂട്ടിയതിലൂടെ ട്രംപ് ഇസ്രായേലിനെതിരെ വരാൻ സാധ്യതയുള്ള വൻ ഇസ്ലാമിക ഏകീകരണത്തിന് തടയിടുകയും ഏഷ്യയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്തു. ഷിയ രാജ്യമായിരുന്നിട്ട് കൂടി പാകിസ്ഥാന് ഇറാനെ തള്ളിപ്പറയേണ്ട അവസ്ഥ വന്നെങ്കിൽ ആ രാജ്യത്തിന്റെ അവസ്ഥ അതീവ പരിതാപകരമാണെന്ന് തീർച്ചയാണ്. എന്തിനു വേണ്ടിയാണോ പാകിസ്ഥാൻ നിലകൊള്ളുന്നത് ആ ലക്ഷ്യത്തിന് നേർ വിപരീതമാണ് അമേരിക്കയുമായി കൂട്ടുകൂടുമ്പോൾ അവർക്ക് കടന്നു പോകേണ്ടി വരുന്നത്. ട്രംപിന്റെ നീക്കം ഒരുമിച്ച് നിരുന്ന രാജ്യങ്ങളെ വിഘടിപ്പിക്കുകയും മതത്തിന്റെ ഏകീകരണത്തെ തൽക്കാലം തകർക്കുകയും ചെയ്തിരിക്കുന്നു. B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഇറാന്റെ 3 ആണവ സങ്കേതങ്ങളുടെ അടിത്തറ ഇളക്കിയപ്പോൾ ഇസ്രായേൽ നേട്ടമുണ്ടാക്കുകയും ഇറാൻ അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇതിനെ സ്വതന്ത്ര രാജ്യത്തിലേക്കുള്ള US-ന്റെ കടന്നുകയറ്റമായിക്കൊണ്ട് ശക്തമായി പ്രതിഷേധിക്കുകയുമായിരുന്നു. ഇറാൻ ചേരിയിൽ നിൽക്കേണ്ട പാകിസ്ഥാൻ രാഷ്ട്രീയ മൗനത്തിലാവുകയും സൈനികപരമായി വന്നുചേരാൻ സാധ്യതയുള്ള ലാഭങ്ങളെ കണക്കാക്കി രാജ്യത്തിനെ അമേരിക്കൻ അടിമത്തത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നത് തികച്ചും ദയനീയമായ അവസ്ഥയിലേക്ക് ആ രാജ്യം അധപ്പതിച്ചിരിക്കുകയാണെന്ന് ഉറപ്പാകുന്നു. ട്രംപിനെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് നിർദ്ദേശിച്ച മുനീറിന്റെ വാക്കുകൾ തമസ്കരിക്കേണ്ട നിലയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ഇറാനെ അമേരിക്ക ആക്രമിച്ചതിനെ പാകിസ്ഥാൻ വിമർശിക്കുമ്പോൾ യുദ്ധവും സമാധാനവും ഒരു വണ്ടിയിൽ കയറ്റാനുള്ള വിപുല ശ്രമമാണ് ഭീകരരാഷ്ട്രം നടത്തുന്നത്.